ഇന്ന് ഒരു മുറം ചക്ക വറുക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ എൻ്റെ ഫോണിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇതിന് ഇനിയും ശാപമോക്ഷം കൊടുത്തില്ലെങ്കിൽ എൻ്റെ ഫോൺ ആകെ പ്രശ്നത്തിലാകും. ഇന്ന് ചക്ക വറുക്കുക എന്നുള്ള തീരുമാനം തലേ ദിവസം തന്നെ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ തലേ ദിവസത്തെ പ്ലാൻ അനുസരിച്ച് കാലത്ത് നേരത്തെ തന്നെ ചോറും കറിയൊക്കെ വെച്ച് നമ്മൾ ഈ ചക്ക പരിപാടിക്ക് ഇറങ്ങി കേട്ടോ. നമ്മുടെ പറമ്പിൽ ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് വലിയ തോട്ടിയൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ഈ ഓട്ടോയിൽ പോകുന്നത് നമുക്ക് പാല് തരുന്ന കുട്ടനാണ് കേട്ടോ. കുട്ടൻ്റെ ഓട്ടോയാണ്. സൈഡായിട്ട് ആ വീഡിയോയും കൂടെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞാൻ തോട്ടിയും കൊണ്ടുവന്നത് ഈ മരത്തിലെ ചക്ക പറിക്കാനാണ്. ഇത് നമ്മുടെ വലിയ ഏട്ടൻ്റെ പറമ്പിലെ പ്ലാവാണ് കേട്ടോ. പ്ലാവ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പറമ്പിൽ അങ്ങനെ മതിലോ കയ്യാലകൾ മാത്രമേ ഉള്ളൂ, കമ്പിവേലി അങ്ങനെയൊന്നുമില്ല. നമുക്കിവിടെ കുറേയധികം പ്ലാവുകളുണ്ടെങ്കിലും അതിൽ എല്ലാ ചക്കകളൊന്നും വറുക്കാൻ അത്ര നന്നായിരിക്കില്ല. ഈ പ്ലാവിലെ ചക്കയാണ് വറുക്കാനും പുഴുക്കാനും നല്ലത്. പഴുത്ത് കഴിഞ്ഞാൽ അത്ര രുചി ഉണ്ടാവില്ല കേട്ടോ. കുറേ അധികം ചക്ക ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതുകൊണ്ട് ചക്ക ഇടാൻ കുറച്ച് പാടായിരുന്നു. അങ്ങനെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു ചക്കയും ചെറിയൊരു ചക്കയും ഇട്ടു. ഉന്തുവണ്ടി നമ്മുടെ ക്യാമറാമാൻ കൊണ്ടുവന്നതുകൊണ്ട് ഉന്തുവണ്ടിയിൽ ചക്കയിട്ട് നമ്മൾ വീടെത്തിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ചക്കയൊക്കെ കൊണ്ടുവന്നു വീടെത്തിച്ചു. ഇനിയാണ് നമുക്ക് കൂടുതൽ പണി. ഓരോ പണി കഴിയും തോറും അടുത്തടുത്ത പണി വന്നുകൊണ്ടേയിരിക്കും. ഈ ചക്ക വറുക്കൽ എന്ന് പറയുമ്പോൾ നിസാര പണിയല്ല. ഇത് നമ്മൾ കാലത്ത് തുടങ്ങിയ ഏകദേശം ഒരു 2 മണിയൊക്കെ ആവും കേട്ടോ. നമ്മൾ ഈ ഒരു ചക്ക വറുത്തെടുക്കണമെങ്കിൽ തന്നെ ഇതെല്ലാം മുള്ളെല്ലാം കളഞ്ഞ് ചവണിയെല്ലാം ആക്കി ചോള പറിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഒരു ഉച്ച സമയമൊക്കെ ആകും. അപ്പോൾ നമ്മൾ ഈ കൊണ്ടുവന്ന ചക്കേൻ്റെ ആദ്യം മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. കൊടുവാൾ കൊണ്ട് നമ്മൾ ചക്ക മുറിക്കണ കൊടുവാളാണിത്. ഇപ്പോൾ കയ്യിൽ എണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷം ഇതിൻ്റെ മുള്ളെല്ലാം നമ്മൾ കൊത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചക്ക അങ്ങനെ മുറിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ മുള്ളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചുള പറിച്ചെടുക്കാൻ കിട്ടും. അങ്ങനെ മുള്ള് കളഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചുറ്റും ധാരാളം പശ ഉണ്ടാവും. അപ്പോൾ അത് ചകിരി കൊണ്ടെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അധികം പശയുടെ ശല്യം ഉണ്ടാവില്ല. അതെല്ലാം തുടച്ചു മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളുടെ മൂക്കൊക്കെ കളഞ്ഞെടുക്കണം. മൂക്കെല്ലാം കളഞ്ഞതിന് ശേഷം അതെല്ലാം നമ്മൾ സിറ്റൗട്ടിൽ കൊണ്ടുവന്നിട്ട് വൃത്തിയാക്കുകയാണ് കേട്ടോ. നമ്മൾ അവിടെ തന്നെ നിന്ന് വൃത്തിയാക്കാൻ നിന്ന് കൊതുകടി കൊണ്ട് ഒരു പരുവാകും. അപ്പോൾ നമ്മുടെ അതിൻ്റെ മൂക്കെല്ലാം കളഞ്ഞത് കൊണ്ട് വേഗം ചുളപ്പറിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ചുളപ്പറിച്ചതിൽ നിന്ന് ചവണിയെല്ലാം മാറ്റി കുരുവെല്ലാം മാറ്റി വൃത്തിയായിട്ട് ഒരു മുറത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഇവിടെ ചക്ക വറുക്കണ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അച്ഛനും മക്കളും എല്ലാവരും ഒന്നിച്ചിട്ടാണ് ചെയ്യുക. ഹരിയേട്ടൻ ചക്കയെല്ലാം അതുപോലെ മുറിച്ച് വെട്ടിത്തരും. പിന്നെ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അതിന് ചുളപ്പറിച്ചെടുക്കും. മക്കളതിന് ചെറിയ തുണ്ടുകളാക്കി തരും. അപ്പോൾ ഇത്തവണ നമുക്ക് മക്കളെ കിട്ടിയില്ല. ഒരാൾ വന്നിട്ടില്ല, ജോലിയിലാണ്. ഒരാൾ സ്കൂളിലേക്കും പോയി. അതുകൊണ്ട് ഞാനും ഹരിയേട്ടനും കൂടിയിട്ടാണ് ഈ ജോലികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയവും എടുക്കും. ഇതെല്ലാം വറുത്ത് കഴിയുമ്പോഴേക്കും 4 പേര് ചെയ്യുന്ന ജോലി 2 പേരാകുമ്പോൾ പണികൾ കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ചക്കച്ചുള വൃത്തിയാക്കിയതിനെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുറിച്ചെടുത്തതും തന്നെ വറുക്കാനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാൻ നിന്ന് പിന്നെ വറുക്കാൻ എടുക്കുമ്പോഴേക്കും സമയം കുറേ പോകും. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഉരുളിയിൽ എണ്ണയൊക്കെ വെച്ച് എണ്ണയെല്ലാം ചൂടായി വന്നപ്പോൾ ഞാനതിന്ന് കുറച്ചൊക്കെ എടുത്ത് വറുക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഒരു സെക്ഷൻ വെന്ത് വരുമ്പോഴേക്കും കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും നമുക്ക് അടുത്ത സെക്ഷൻ മുറിച്ചെടുക്കാനുള്ളൊരു സമയം കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു തവണ ഇട്ടു, നല്ല പതപതാന്ന് തിളച്ച് വരുന്നുണ്ട് എണ്ണ. അതിലേക്കാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഞാനിവിടെ ചിപ്സും, അതായത് നേന്ത്രക്കായ് ചിപ്സും കൊള്ളി ചിപ്സൊക്കെ വറുക്കാറുണ്ട്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ ചക്ക വറുക്കലെന്ന് പറയുമ്പോൾ കുറച്ചധികം മെനക്കെട്ട പണിയാണ്. അപ്പോൾ നമ്മളിതാ പകുതി വെന്ത ചക്ക വറുത്തയിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ മഞ്ഞപ്പൊടി കൂടി കലക്കി തെളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു. ആ സുഹൃത്തിന് 1000 നന്ദിയുണ്ട്, ടിപ്സ് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഉപ്പ് വെള്ളമൊക്കെ തെളിച്ചപ്പോൾ അതിനെ നമ്മൾ ഇളക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ തവണ ഇട്ട ചക്ക പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തിളയൊക്കെ ഒന്ന് ഒതുങ്ങി നല്ലൊരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരാൻ വേണ്ടിയിട്ട്, അതായത് ചക്കയിലെ ഈർപ്പെല്ലാം വറ്റി ക്രിസ്പിയായി വരാൻ സമയമെടുത്തു. നമ്മൾ പെട്ടെന്ന് തന്നെ തീ കത്തിച്ചാൽ പെട്ടെന്നായി കിട്ടും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നന്നായി വെന്ത് കിട്ടില്ല. നമ്മളതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു വതുവതുപ്പാവും. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് മാത്രം തീ കത്തിച്ച് നമ്മളൊരു കുറേ സമയം എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട ചക്ക വറുത്ത് ഊരി എടുക്കുന്നുണ്ട് കേട്ടോ.
ഈ ചക്കപ്പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വറുത്ത് കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. കാരണം പണി ചെയ്തിട്ടല്ല ക്ഷീണം, ഇതിൻ്റെ ആ എണ്ണക്കുത്തിൻ്റെ ആ ഒരു മണം ഉണ്ടാവുമല്ലോ, ആ മണം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാനേ തോന്നില്ല. അപ്പോൾ നമ്മൾ ഇത്തവണ അത് ചക്ക വറുത്തതൊക്കെ ഒരു മുറം കിട്ടിയിട്ടുണ്ട്. ഇത് കാണിക്കുമ്പോൾ പെട്ടെന്നായി, പക്ഷേ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ ചക്ക വറുത്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒരു ടിന്നിൽ ഒരു കവറിലിട്ടിട്ട് നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് മോൾക്ക് കൊടുത്തു വിടാൻ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ചക്ക വറുത്തത്. അവൾ ബാംഗ്ലൂരാണ്. ഇത് കുറേ നാൾ കേടുവരാതിരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ തണുക്കില്ല, കുറേ നാളിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചക്ക വറുക്കുന്നതിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എല്ലാവരും ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹൈപ്പാണ് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുന്നത്. കൂടെ കമൻറ്റും ഷെയറും ലൈക്കും. താങ്ക്